മോളെ, പ്രണവിന് ചന്ദനം തൊട്ട് കൊടുക്ക്. അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പ്രണവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ദൈവവും കാര്യങ്ങൾ വിശ്വാസവും ഇല്ലാത്ത ആളായതുകൊണ്ട് കൈ തട്ടിമാറ്റുമെന്ന് വിചാരിച്ചു. എങ്കിലും ഉണ്ടായില്ല. ആ നെറ്റിയിൽ ഞാൻ ചന്ദനം തൊട്ട് കൊടുത്തു. ഒരു നിമിഷം എഴിൽ നഷ്ടമായി ഞങ്ങൾ നിന്നു. അത് മനസ്സിലായതുകൊണ്ടാവും ഋഷി ഞങ്ങളെ നോക്കി ആക്കി ചുമച്ചപ്പോൾ ഏട്ടൻ തന്നെ നോട്ടം പിൻവലിച്ചു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഗംഗ ചേച്ചി വന്നു. എല്ലാവരുമായി കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ചേച്ചി ഇറങ്ങാൻ തുടങ്ങി. മാമാ, എപ്പോഴും വഴക്കാണെങ്കിലും ഇറങ്ങാൻ നേരമായപ്പോൾ ഉണ്ണിമോള് ഋഷിയെ പിടിച്ചു കരഞ്ഞു. പൊടി കരയിപ്പിക്കാതെ. അവൻ്റെ മുഖത്തും നല്ല സങ്കടമുണ്ടായിരുന്നു. എല്ലാവർക്കും വിഷമമുണ്ട്. ഒരു ദിവസം മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നതെങ്കിലും ആ കുറുമ്പി അത്രയ്ക്കും എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. ദിവസങ്ങൾ കൊഴിയും തോറും എൻ്റെയും പ്രണവേട്ടൻ്റെയും ഇടയിലുള്ള അകലം കുറഞ്ഞോ എന്നെനിക്കറിയില്ല. എങ്കിലും പലപ്പോഴും കണ്ണുകൾ തമ്മിലെടുക്കുമ്പോൾ മൗനം കൊണ്ട് പലതും ഞങ്ങൾ പറയുന്നതായി എനിക്ക് തോന്നി. പതിവ് പോലെ കുറച്ച് സമയം അമ്മയോടൊപ്പമായിരുന്നു ഞാൻ. അമ്മയോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം മുറിയിലേക്ക് ചെന്നു. എന്നാൽ അപ്പോൾ പതിവില്ലാത്ത ഒരു വയറുവേദനയായിരുന്നു. ഞാൻ ആദ്യം നോക്കിയത് കലണ്ടറിലായിരുന്നു. സംശയം തെറ്റിയില്ല. എല്ലാ മാസവും ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അതിഥി വന്നതിൻ്റെ സൂചനയായിരുന്നു വയറുവേദന. അല്പം നേരത്തെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വേദനയുണ്ടായി. ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി ഒരു നിമിഷം കൈ വയറിൽ അമർത്തി പിടിച്ചു നിന്നു. അമ്മ ഇല്ലാതെ തന്നെ ഈ കഴിഞ്ഞ എല്ലാ വർഷവും കടന്നുപോയതുകൊണ്ട് തന്നെ വേദനയെല്ലാം ആരോടും പറയാതെ കടിച്ചമർത്തത് എനിക്ക് പുതുമയുള്ള കാര്യമല്ലായിരുന്നു. മോളെ, പോയി കിടക്കൂ. ഇനി നിന്ന് ക്ഷീണം കൂട്ടണ്ട. ഒന്നും പറയാതെ തന്നെ അമ്മ എന്നോട് രാത്രി ആഹാരം കഴിച്ച് ഉടനെ പറഞ്ഞു. നല്ല വേദനയുണ്ടോ മോളെ? അമ്മ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പ്രണവേട്ടൻ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ ആ ചോദ്യം ഏട്ടൻ കേട്ടു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്കൊരു പുഞ്ചിരി മാത്രം നൽകി അവിടെ നിന്ന് മുകളിലേക്ക് പോയി. ഒഴിഞ്ഞുകിടക്കുന്ന കട്ടിലും എന്നും താഴെ വിരിച്ചു കിടക്കുന്ന ഷീറ്റിലും ഞാൻ നോക്കി. നോട്ടം കൊണ്ട് എന്നോട് പഴയ ദേഷ്യമൊന്നും ഇല്ല എന്നേ ഉള്ളൂ. എന്നാലും ഇതുവരെ ഒന്നും തുറന്ന് സംസാരിച്ചിട്ടില്ല. അന്ന് ഉണ്ണിമൂളുള്ളപ്പോഴല്ലാതെ ഞാൻ ആ കട്ടിൽ കിടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പതിവ് പോലെ താഴെ കിടക്കാൻ ഷീറ്റ് വിരിച്ചു. എന്നാൽ നല്ല നടുവേദനയും ഇപ്പോൾ തോന്നി. ഷീറ്റിലിരുന്ന് കുറച്ചേറെ ഇരുന്നു. കിടക്കാൻ തുടങ്ങിയതും ഏട്ടൻ വന്നു. എന്നെ ഒന്ന് നോക്കിയത് അല്ലാതെ ഒന്നും പറഞ്ഞില്ല. നേരെ പോയി കട്ടിലിൽ കിടന്നു. അത് കണ്ടപ്പോൾ മനസ്സെന്തോ വേദനിച്ചു. ഞാൻ എന്തെങ്കിലും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. ഞാനും കിടന്നു. എന്നാൽ വേദന കൊണ്ടായിരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു. സാധാരണ ഈ സമയത്ത് നിലത്ത് പാവിരിച്ചാണ് കിടക്കുന്നത്. എങ്കിൽ ഇപ്പോൾ എന്തോ ഉറങ്ങാൻ കഴിയുന്നില്ല. അവസാനം ഞാൻ എഴുന്നേറ്റിരുന്നു. പെട്ടെന്നാണ് റൂമിൽ വെട്ടം വീണത്. നോക്കിയപ്പോൾ കട്ടിലിൽ കിടന്നുകൊണ്ട് താഴെ കിടക്കുന്ന എന്നെ ഏട്ടൻ നോക്കിക്കൊണ്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വയറിൽ നിന്നും കൈയെടുത്തു. വന്ന് കട്ടിലിൽ കിടക്കൂ. സ്നേഹത്തോടെയല്ല, സഹതാപത്തോടെയല്ല, ഒരു ഓർഡറായിരുന്നു അത്. വേണ്ട, ഞാൻ എവിടെ കിടന്നോളാം. പിന്നെ എന്താ കിടക്കാതെ എഴുന്നേറ്റിരിക്കുന്നത്? അത് മറുപടി പറയാൻ എന്തോ മടിച്ചു. വാ, വന്ന് കിടക്കൂ. വീണ്ടും പറഞ്ഞപ്പോഴും ഞാൻ നിരസിച്ചു. പിന്നെ ഒന്നും പറയാതെ പ്രണവേട്ടൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. അവസാനമായിട്ട് ചോദിക്കുക, നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ. പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രണവേട്ടൻ തന്നെ എന്നെ എടുത്ത് കട്ടിലിൽ കിടത്തി. വേദന വല്ലതും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയണം. അല്ലാതെ എനിക്ക് ഊഹിക്കാനൊന്നും പറ്റില്ല നിനക്കെപ്പോഴും ഡേറ്റ് എന്ന്. ഇതൊന്നും അത്ര മറച്ചു വയ്ക്കേണ്ട സംഭവമല്ല. ഒട്ടും അടിക്കാതെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ഏട്ടൻ അപ്പുറത്തെ വശത്ത് പോയി കിടന്നു. ഉടനെ തന്നെ മുറിയിലെ വെളിച്ചവും അവസാനിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഈ സമയത്ത് നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാണിനും കഴിയുമെന്ന്. എന്തുകൊണ്ടോ നേരത്തെ ഉറങ്ങാൻ കഴിയാതെ കിടന്നത് ഞാൻ എപ്പോഴോ ഉറക്കത്തിൽ വീണു. ശാന്ത ചേച്ചി പൊയ്ക്കോളൂ, ഇനിയും താമസിക്കണ്ട. എന്നാലും മോളെ, ഇവിടെ ആരും ഇല്ലല്ലോ. അതിനിപ്പോൾ എന്താ, വീട്ടിൽ തന്നെയല്ലേ. എനിക്ക് കൂട്ടായി ചേരി നിന്ന് സമയം കളയണ്ട. ഞാൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ചേച്ചി ഇറങ്ങാൻ തയ്യാറായി. അച്ഛനും അമ്മയും ഇവിടെയില്ല. ഋഷി ഇന്ന് താമസിച്ച കോളേജിൽ നിന്ന് വരത്തുള്ളൂ എന്ന് രാവിലെ പറഞ്ഞായിരുന്നു. രോഹിണി ചേച്ചിയും പ്രവീണരനും ചേച്ചിയുടെ വീട്ടിലാണ്. ശാന്ത ചേച്ചിയും ഇറങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഋഷി വന്നു. ആ, നീ ഇന്ന് താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്? ഓ, ആ കെമിസ്ട്രി ടീച്ചർ പറ്റിച്ചു. അവർ സ്പെഷ്യൽ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. അതുകൊണ്ട് നേരത്തെ വിട്ടു. അവൻ്റെ മറുപടി കേട്ട് ഒരു നിമിഷം ഒന്നും മനസ്സിലാവാതെ ഞാൻ നിന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഇംഗ്ലീഷ് മെയിനായി നിനക്ക് എവിടെ നിന്നാണ് കെമിസ്ട്രി പഠിക്കാനുള്ളത്? പിന്നെ ആരെ കാണാൻ പറ്റാത്ത കാര്യമാണ് നീ പറയുന്നേ? അപ്പോഴാണ് അവൻ എന്താ പറഞ്ഞത് എന്ന് അവന് തന്നെ ബോധം വീണത്. അത് ഏട്ടത്തി, ഞാൻ ഉദ്ദേശിച്ചത്. അവൻ കിടന്ന് പരുങ്ങാൻ തുടങ്ങി. രോഹിണി ചേച്ചി കുറച്ച് ദിവസമായി പറയുന്നു നിനക്ക് എന്തോ ഒരു ചുറ്റിക്കളി കോളേജിലുണ്ടെന്ന്. ഏയ്, കോളേജിലല്ല. അതും അവൻ്റെ നാവിൽ നിന്നും പെട്ടെന്ന് വന്നു. ആ, അപ്പോൾ ഉണ്ട്. കോളേജിലല്ലെങ്കിൽ പിന്നെ ആരാ? അത് അവൻ പറയാൻ തുടങ്ങിയതും ഹാളിൽ നിന്നും ഫോണിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. അമ്മയോ ചേച്ചിയോ ആയിരിക്കുമെന്ന് കരുതി ഫോൺ എടുത്തു. ഹലോ. പ്രതീക്ഷിച്ചതുപോലെ മറുവശത്ത് അമ്മയോ ചേച്ചിയോ അല്ലായിരുന്നു. പരിചയമില്ലാത്ത ഒരു പുരുഷ ശബ്ദമായിരുന്നു. ആരാ? എന്നാൽ മറുവശത്ത് നിന്ന് പിന്നീട് കേട്ട ഓരോ വാക്കും എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കണ്ണുകൾ നിറഞ്ഞപ്പോൾ അറിയാതെ ഫോൺ റിസീവറിൽ ഞാൻ പിടിമുറുക്കി. എന്താ ഏട്ടത്തി, എന്തു പറ്റി?
എൻ്റെ മുഖം കണ്ട് ഋഷി അടുത്തേക്ക് ഓടി വന്നു. അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. അവൻ്റെ മുഖവും മറുവശത്തിൽ നിന്ന് അറിഞ്ഞ വാർത്ത കേട്ട് ഞെട്ടി. ഞങ്ങൾ പെട്ടെന്ന് എത്താം എന്ന് പറഞ്ഞ് വെപ്രാളത്തിൽ ഫോൺ വെച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി. നിറഞ്ഞു വന്ന കണ്ണോടെ വിറച്ച ശബ്ദത്തിൽ ഒന്ന് മാത്രമേ എൻ്റെ നാവിൽ നിന്ന് വന്നുള്ളൂ: പ്രണവേട്ടൻ. പിന്നെ താമസിക്കാതെ തന്നെ ഞാനും ഋഷിയും പെട്ടെന്ന് വീട്ടിൽ നിന്നിറങ്ങി. ദേഹം മൊത്തം പൊള്ളുന്നതുപോലെ എനിക്ക് തോന്നി. ഏട്ടത്തി പേടിക്കാതെ, ചേട്ടനൊന്നും പറ്റില്ല. പ്രണവേട്ടൻ്റെ ആക്സിഡൻറ്റിൻ്റെ കാര്യം അറിഞ്ഞതു മുതൽ അവൻ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് നിന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഞാൻ റിസപ്ഷനിലേക്ക് പോയി. പിന്നാലെ ഋഷിയും. എന്നെ സമാധാനിപ്പിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ടായിരുന്നു. ഒരു ആക്സിഡൻറ്റ് കേസ് വന്നായിരുന്നല്ലോ പ്രണവ്. എനിക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ ഋഷിയായിരുന്നു ചോദിച്ചത്. ചോദ്യം കേട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖത്തും സങ്കടം നിഴലിച്ചു. അപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു കേട്ടു. സോറി, ഹി ഈസ് നോ മോർ. കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ബാക്കി അവർ പറഞ്ഞില്ല. കേൾക്കാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. ഒരു മൂളൽ മാത്രമായിരുന്നു ചെവിയിൽ. വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ പിടിച്ചു. കഴിഞ്ഞില്ല. ഋഷിയുടെ കണ്ണുകളും നിറഞ്ഞു. നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കി, ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. പ്രതീക്ഷയോടെയുള്ള ഋഷിയുടെ അവസാനത്തെ ചോദ്യത്തിനും അവർ നിസ്സഹായതയോടെ ഞങ്ങളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഋഷി എന്നെ പിടിച്ചു നിർത്തിയത് കൊണ്ട് മാത്രം ഞാൻ താഴെ വീണില്ല. അത്രയ്ക്കും തകർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. അവൻ എന്നെ അവിടെ ഒരു ചെയറിൽ കൊണ്ടുപോയി ഇരുത്തി. ഏട്ടത്തി. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മനസ്സ് തകർന്ന് ഞാൻ കരഞ്ഞു. അടുത്തുവരെ കൊണ്ടുവന്ന ജീവിതം തട്ടിത്തെറിപ്പിച്ച് ദൈവത്തെപ്പോലും പ്രാവി ഞാൻ. മനസ്സിനെ പോലെ ശരീരവും എൻ്റെ നിയന്ത്രണത്തിൽ നിന്നില്ല. എപ്പോഴോ കണ്ണിൽ ഇരുട്ട് കയറി. പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് BP നല്ല ലോ ആയതാണ്. ഷി വിൽ ബി ഓൾ റൈറ്റ്. ഏതോ അബോധാവസ്ഥയിലും എൻ്റെ ചുറ്റിലുള്ള ശബ്ദം ഞാൻ കേട്ടു. കണ്ണുകൾ തുറക്കാൻ പ്രയാസപ്പെട്ടു. എങ്കിലും കഴിയുന്നില്ല. മോളെ. പരിചിതമായ ആ ശബ്ദവും തലയിൽ ഒരു തലാളും കൂടി കിട്ടിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രയാസം മറികടന്ന് കണ്ണുകൾ തുറന്നു. ആദ്യം കണ്ടത് നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന അമ്മയായിരുന്നു. അപ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ വീണ്ടും ഓടിയെത്തി. ഒരു പിടച്ചിലായിരുന്നു. കണ്ണ് വീണ്ടും നിറഞ്ഞൊഴുകി. പ്രണവേട്ടൻ. അത്രമാത്രം പറയാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. കണ്ണുകൾ മുറുകെ അടച്ച് ഞാൻ കിടന്നു. ആരോ എൻ്റെ കണ്ണിൽ തുടച്ചു തന്നു. കണ്ണുകൾ തുറന്നില്ല എങ്കിലും അത് അമ്മയുടെ കരസ്പർശമല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ആ കരങ്ങൾ വളരെ പരിചിതവുമായി എനിക്ക് തോന്നി. കണ്ണുകൾ പതിയെ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് സ്വപ്നമാണോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ച് കണ്ണുകൾ വീണ്ടും അടച്ചു. പതിയെ വീണ്ടും തുറന്നപ്പോഴും മുമ്പിലെ ആൾ മാറിയില്ല. പ്രണവേട്ടൻ. ഇമ വെട്ടാതെ എന്നെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിൽ നോക്കി ഏട്ടനെ നിന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായതൊക്കെ? ഏട്ടത്തി എന്ത് പണിയായി കാണിച്ചത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഉടനെ ബോധം കെട്ടു വീഴണോ? നോക്കിയപ്പോൾ ഋഷിയായിരുന്നു. ചിരിച്ചുകൊണ്ടാണെങ്കിലും എൻ്റെ അവസ്ഥ കണ്ട് അവൻ്റെ മുഖത്തും സങ്കടം ഉണ്ടായിരുന്നു. ഒന്ന് പോടാ. ഗായത്രി മാത്രമല്ല, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണായാലും വീണുപോകും ഇതൊക്കെ കേട്ടാ. അവരുടെ രണ്ടുപേരുടെയും മുഖത്തും ഒന്നും മനസ്സിലാവാതെ മാറി മാറി നോക്കിയപ്പോഴും രണ്ട് കണ്ണുകളും എൻ്റെ മുഖത്ത് തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. കമ്പനിയിൽ പോകുന്ന വഴിക്ക് ചേട്ടൻ ATMൽ ഒന്ന് കയറി. കറക്റ്റ് സമയത്ത് തന്നെ ആരോ ചേട്ടൻ്റെ മൊബൈലടക്കം പോക്കറ്റടിച്ചു. നിർഭാഗ്യവശാൽ അയാളെ അപ്പോൾ പിടിക്കാൻ പറ്റിയില്ല. എല്ലാത്തിനേക്കാൾ ഉപരി അയാൾക്ക് എവിടെയോ വെച്ച് ഒരു ആക്സിഡൻറ്റും ഉണ്ടായി. അയാളുടെ പോക്കറ്റിൽ കണ്ടത് പ്രണവേട്ടൻ്റെ വാലറ്റും. അങ്ങനെയാ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം നമ്മുടെ വീട്ടിൽ വിളിച്ചറിയിച്ചതും അയാൾ മരിച്ചത് നമ്മുടെ പ്രണവേട്ടനായതും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്ത് വികാരമാണ് മനസ്സിൽ തോന്നിയത് എന്നറിയില്ല. സന്തോഷം, അതോ അതിനേക്കാൾ ഉപരി എന്തെങ്കിലും ആണോ എന്നറിയില്ല. മരിച്ച ആളുടെ ബോഡി കണ്ടപ്പോൾ ആണ് മനസ്സിലായത് അത് വേറെ ആളാണെന്ന്. അങ്ങനെയാ ചേട്ടൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് കാര്യമില്ല എന്നറിഞ്ഞപ്പോൾ കമ്പനി ഫോണിൽ വിളിച്ചത്. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഇതിൻ്റെ എല്ലാം ഇടയിൽ പകുതി മാത്രം കേട്ട് തളർന്നു വീണ ഗായത്രി ഏട്ടത്തി മറുവശത്ത്. എന്തായാലും കുഴപ്പമൊന്നും കൂടാതെ ദൈവം കാത്തില്ലേ? മോളെ, ഇപ്പോൾ വല്ല തളർച്ച വല്ലതും ഉണ്ടോ? ഞാൻ ഇല്ല എന്ന രീതിയിൽ തലയഴട്ടി. ജീവനോടെ പ്രണവേട്ടൻ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാ തളർച്ചയും മാറി. ട്രിപ്പ് തീർന്നപ്പോൾ തന്നെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ റിസപ്ഷനിൽ ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ ക്ഷമാപൂർവ്വം ഒരു നോട്ടം മാത്രമായിരുന്നു അവർ എനിക്ക് നൽകിയത്. പക്ഷേ അപ്പോഴും എനിക്ക് അവരോടൊരു ദേഷ്യവും തോന്നിയില്ല. കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും പ്രണവേട്ടൻ എൻ്റെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയായിരുന്നു കഴിഞ്ഞു പോയ കുറച്ച് നിമിഷങ്ങൾ. എന്നാലും പാവേട്ടത്തി ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു പേടിയാണ്. പ്രണവേട്ടൻ എന്തോ പറയാൻ തുടങ്ങിയതും പ്രവീണേട്ടനും അച്ഛനും വന്നു. എല്ലാവരും ഇന്നത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ പതിയെ ആ വിഷയം എല്ലാവരും വിട്ടു. എങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് ഉയർന്ന എൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും അതേപോലെയാണോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഭയന്നു. ആ പ്രണവ്, നാളെയാണ് അവാർഡ് സെക്ഷൻ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ? പ്രവീണേട്ടൻ ചോദിച്ചപ്പോൾ ഏട്ടൻ തന്നെ അതേ എന്ന രീതിയിൽ തലയാട്ടി.
കേട്ടോ ഗായത്രി, ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ്മാനുള്ള അവാർഡ് നിന്റെ ഭർത്താവിനാണ്. ഞാൻ പുഞ്ചിരിച്ചു. നാളെ വൈകിട്ടല്ലേ പരിപാടി? നീ ഗായത്രിയും കൂട്ടിയല്ലേ പോകുന്നേ? അമ്മ അത് പറഞ്ഞപ്പോൾ അന്ന് കല്യാണത്തിന് എന്നെ കൂട്ടിപ്പോകാൻ പറഞ്ഞതും പിന്നീട് നടന്ന സംഭവങ്ങളും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പ്രാവശ്യം അമ്മയോട് ഏട്ടൻ എതിർത്തില്ല, മാത്രമല്ല അനുകൂലമായി തലയാട്ടുകയും ചെയ്തു. എന്തുകൊണ്ട് എന്നറിയില്ല, ആ നിമിഷം തൊട്ട് നാളെ വൈകുന്നേരം ആകാനുള്ള കാത്തിരിപ്പാണ്. 5 മണിക്കാണ് പ്രോഗ്രാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഏട്ടൻ കമ്പനിയിലേക്ക് പോയി. ആ വാക്കുകൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സ് നിറയാനും. അങ്ങനെ വീട്ടിൽ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഋഷി അവൻ്റെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അവൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ ദിവസം ഓർമ്മ വന്നത്. അന്ന് ഏട്ടൻ ആക്സിഡൻ്റായി എന്ന് വിളിച്ചു പറഞ്ഞ അന്ന് അവൻ എന്തോ പറയാൻ വന്നതായിരുന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ വെപ്രാളപ്പെട്ട് ഫോൺ മാറ്റി. ആരെയാണ് ഇത്ര കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനും കൂടെ കാണട്ടെ. അവൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്നതിനൊപ്പം പറഞ്ഞു. ഏയ് ഒന്നുമില്ല, അതൊരു പാവയെ നോക്കുമായിരുന്നു. ആഹാ, എന്നാൽ ആ പാവ എനിക്കൊന്നും കാണണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അമ്മയെ വിളിക്കും. അയ്യോ അത് വേണ്ട. എന്നാൽ മുൻ ഫോണിങ്ങ് തന്നെ. അവസാനം ഒരു വഴിയുമില്ലാതെ മടിച്ച് അവൻ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഫോൺ വാങ്ങി നോക്കിയതും അറിയാതെ പറഞ്ഞു പോയി, സ്വാതി. അവൻ എൻ്റെ മുഖത്ത് നോക്കാതെ നിന്നു. അത് ഏട്ടത്തി. ഒരു നിമിഷത്തിൽ മനസ്സ് കൈവിട്ടുപോയി. ഞാൻ അവൻ്റെയും സ്വാതിയുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു. ഏട്ടത്തി, സ്വാതിയെ എനിക്ക് അന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായതാണ്. എന്നും കറക്റ്റ് സമയത്തിന് കോളേജിൽ വരുന്നത് പോലും സ്കൂളിൽ പോകുന്ന ഇവളെ കാണാനാണ്. എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞതാണ്. എന്നാൽ സ്വാതി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. എപ്പോഴും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന അവൻ്റെ നാവിൽ നിന്നും ഉറച്ച ആ വാക്കുകൾ വന്നു. ഞാൻ സ്വാതിയുടെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞതാ, ചേച്ചി തീരുമാനിക്കുന്നതേ എൻ്റെ ജീവിതത്തിൽ നടക്കൂ എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനില്ല. ഋഷി. 2 പേരുടെയും മറുപടി കേട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങി. സ്വാതി 10ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. അവൾ പഠിക്കട്ടെ. നീയും പഠിക്കുമല്ലേ? ഒരു കുടുംബം തുടങ്ങാനുള്ള പ്രായമാകുമ്പോഴും നിന്റെ മനസ്സിൽ ഇവളുണ്ടെങ്കിൽ ഞാനൊരു എതിർപ്പും പറയില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ എനിക്കൊരു പ്രയാസവും ഇല്ലായിരുന്നു. ആ മറുപടി അവനും സ്വീകരിച്ചു. ഇപ്പോൾ 2 ആളും സ്കൂളിലും കോളേജിലും പോകാൻ നോക്ക്. എനിക്ക് ഒന്ന് വീട്ടിൽ പോകണം ചേച്ചി. വീട്ടിലോ? എന്തിന്? വേറെ ഒന്നിനുമല്ല. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എടുക്കാൻ മറന്നു. നീ ഒറ്റയ്ക്ക് പോകണ്ട. അതെ, ഞാനും കൂടെ വരാം, ഋഷിയായിരുന്നു പറഞ്ഞത്. ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ ചിരിച്ചു. നിങ്ങൾ 2 ആളും ചെല്ല്. വീട്ടിൽ ചെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തോളാം. അത് വേണോ ചേച്ചി? അമ്മ അവർ കൂടിപ്പോയാൽ പതിവ് പോലെ പ്രാകും, അത്ര തന്നെ. പക്ഷേ ഏട്ടത്തി, ഇന്ന് ചേട്ടൻ്റെ അവാർഡ് സെക്ഷനല്ലേ? അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഇവൻ്റെ മനസ്സിൽ ഇങ്ങനൊരു മോഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞിറങ്ങിയതാണ്. ഞാൻ വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് എടുക്കാം. എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നാൽ മതി ഏട്ടത്തി. ഞാൻ സ്വാതിക്ക് നാളെ കൊടുക്കാം. വീണ്ടും ഋഷി പറഞ്ഞു. അകമേ ചിരിച്ചുവെങ്കിലും പുറമെ അവനെ ഒന്ന് നോക്കി. 2 പേരെയും പറഞ്ഞയച്ച് ഞാൻ ആ വീട്ടിലേക്ക് പോയി. മുൻവശത്ത് തന്നെ അവർ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഓരോ കുത്തിച്ചോദ്യവുമായി മുമ്പിൽ വന്നു. ഞാൻ അവരോടൊന്നും പറയാതെ അകത്ത് കയറി അവരുടെ സർട്ടിഫിക്കറ്റും എടുത്ത് പുറത്ത് പോകാൻ തുടങ്ങിയതും അവർ എനിക്ക് തടസ്സമായി നിന്നു. എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയല്ലേടി? അത് ഞാനല്ല, നിങ്ങൾ തന്നെയാ. ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ ചിന്തിക്കണമായിരുന്നു. അതൊക്കെ പറയാൻ നീ ആരടി? അവർ ചീറ്റിക്കൊണ്ടുവന്നു. നിങ്ങളുടെ ആരുമല്ല. എന്നാൽ സ്വാതി എൻ്റെ അനിയത്തിയാണ്. എൻ്റെ അച്ഛനെയും അനിയത്തിയാണ് നിങ്ങൾ ചതിച്ചത്. അത്രയും പറഞ്ഞ് ഞാൻ നടന്നു. എന്നാൽ ഇതും കൂടെ കേട്ടോ, നീയുമായി എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള ആർക്കും ഒരു ബന്ധവും ഇല്ല. അവരുടെ വാക്കുകൾ ഗൗനിക്കാൻ ആഗ്രഹമില്ലെങ്കിലും പുച്ഛത്തോടെയുള്ള ആ വാക്കുകൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അതേടി, നീ കുറച്ച് പറഞ്ഞില്ലേ നിൻ്റെ അച്ഛനും അനിയത്തിയും എന്ന്? എന്നാ കേട്ടോ, അങ്ങേര് നിൻ്റെ അച്ഛനല്ല. ആ വാക്കുകൾ എൻ്റെ ചങ്കിൽ തന്നെ കൊണ്ടു. നിങ്ങളെ വിശ്വസിക്കാൻ ഞാൻ മണ്ടിയല്ല, മണ്ടി തന്നെയാ നീ. അതുകൊണ്ടല്ലേ എല്ലാം വിശ്വസിച്ച് ഇത്രയും വർഷം നീ ഇവിടെ നിന്നത്. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിൻ്റെ അച്ഛനെന്ന് പറയുന്ന അങ്ങേര് വരുമ്പോൾ നീ തന്നെ ചോദിച്ചു നോക്ക്. അതൊന്നും ശ്രദ്ധിക്കാതെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും കഴിഞ്ഞില്ല. എന്തോ അവരുടെ ആ ഉറച്ച വാക്കുകൾ എന്നെ ഭയപ്പെടുത്തി. വൈകിട്ടായപ്പോൾ അച്ഛൻ ആടിയാടി വരുന്നത് കണ്ടു. കയ്യിൽ ഒരു കുപ്പിയും. വന്നപാടെ കയ്യിലുണ്ടായിരുന്ന ആ കുപ്പിയും പൊട്ടിച്ച് കുടിച്ചും തുടങ്ങി. അച്ഛാ, എൻ്റെ വിളി കേൾക്കാതെ അച്ഛൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ഇവൾക്ക് ഒരു സംശയം, നിങ്ങൾ ഇവരുടെ തന്ത തന്നെയാണോ എന്ന് അവർ പുച്ഛത്തോടെ പറഞ്ഞു. കുപ്പി അവിടെ വെച്ചിട്ട് അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ലപോലെ മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സത്യമായിരിക്കും ആ നാവിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിലെന്താ ഒരു സംശയം? ഇവളുടെ തന്ത ഞാനല്ല എന്ന് നിനക്ക് പറഞ്ഞൂടെ? ചെറിയമ്മയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാനിരുന്നു. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ആ വൃത്തികെട്ട സ്ത്രീയുടെ മുമ്പിൽ കരഞ്ഞു തോൽക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ നേരെ മുറിയിലേക്ക് പോയി. അച്ഛനെ എന്ന് ഞാൻ ഇത്രയും വർഷം വിശ്വസിച്ചു. സ്നേഹം കിട്ടിയില്ലെങ്കിലും
അച്ഛൻ എന്ന സ്ഥാനം ഞാൻ നൽകിയിരുന്നു. അപ്പോൾ ആരുമില്ലാത്ത ഒരു അനാഥയാണോ ഞാൻ? എപ്പോഴോ മിഴികൾ നിറഞ്ഞു. കട്ടിൽ തകർന്നു വീണപ്പോൾ മനസ്സിൽ ഭാരം ഉരുണ്ടുകൂടി. എപ്പോഴോ ആ കണ്ണുകൾ അടഞ്ഞു പോയത് എന്നറിയില്ല. സമയം നോക്കിയപ്പോൾ 5:30 കഴിഞ്ഞു. ഒരു ഇടുത്തി പോലെയാണ് അപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. പ്രണവേട്ടൻ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി. മുൻവശത്ത് തന്നെ അവർ ഇരുന്നപ്പോഴും അങ്ങോട്ടും ഒരു നോട്ടം പോലും നോൽക്കാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും മനസ്സ് നീറുകയായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ വഴി നല്ല ബ്ലോക്കായിരുന്നു. ഇനി കമ്പനിയിൽ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി. 6 മണി കഴിഞ്ഞപ്പോൾ വീടെത്തി. എന്നെ കണ്ടതും അമ്മ ഓടി വന്നു. മോളെ, എവിടെയായിരുന്നു? പ്രണവ്. എൻ്റെ വാടി തളർന്ന മുഖം കണ്ടതുകൊണ്ടാവാം അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഒന്ന് മാത്രം എനിക്ക് മനസ്സിലായി. പ്രണവേട്ടൻ എന്നെ പ്രതീക്ഷിച്ചിരുന്നു. രാത്രി ഏറെ വൈകിയാണ് ഏട്ടൻ വന്നത്. ദിവസങ്ങൾക്ക് ശേഷം ആ മുഖത്ത് പഴയതുപോലെ ദേഷ്യം. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ മുറിയിൽ പോയി. ആ ദേഷ്യത്തിൻ്റെ കാരണമോ ഞാനും. മോളെ, നിനക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ പ്രണവ്. അമ്മയ്ക്ക് മനസ്സിലായി ഏട്ടൻ ദേഷ്യത്തിലാണ് എന്ന്. അമ്മയോടൊന്നും പറയാതെ ഞാൻ മുറിയിലേക്ക് ചെന്നു. അകത്ത് കയറിയപ്പോൾ ഏട്ടൻ കട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മടിച്ചിട്ടാണെങ്കിലും ഞാൻ പതിയെ അടുത്തേക്ക് പോയി. പ്രണവേട്ടാ. മറുപടിയില്ലായിരുന്നു. ഞാൻ ബാക്കി പറയുന്നതിന് മുമ്പ് തന്നെ ഏട്ടൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് 2 കൈകളും മുറുകെ പിടിച്ചു. ഞാൻ ആ കണ്ണുകളിൽ നോക്കി. ഞാൻ വരാത്തത് കൊണ്ടുള്ള ദേഷ്യം ആ കണ്ണുകളിൽ വ്യക്തമായി. സങ്കടവും.